We are going to discuss about e-learning. E-learning or electronic learning is the use of electronic media and ICT in education. So it is an application of IT. ഈ ഒരു പാൻഡമിക് കാലഘട്ടത്തിൽ നമ്മൾ എല്ലാവരും ഉപയോഗിച്ചിരുന്ന ഏറ്റവും വലിയൊരു ആപ്ലിക്കേഷനാണ് e-learning. E-learning or electronic learning is the delivery of learning and training through digital resources. It includes computers, tablets and even cellular phones that are connected to the internet. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ഡിജിറ്റൽ റിസോഴ്സുകളായ കമ്പ്യൂട്ടേഴ്സ്, ടാബ്ലെറ്റ്സ്, സെൽഫോൺസ് ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ ഡിവൈസസ് ഉപയോഗിച്ച് നമ്മൾ പഠിക്കുകയും അതേപോലെ തന്നെ ട്രെയിനിങ്ങുകളെല്ലാം കണ്ടക്ട് ചെയ്തിരുന്നത് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെയാണ്. So e-learning or electronic learning is the delivery of learning and training through digital resources. E-learning tools. There are many tools for enhancing e-learning process. They are electronic book reader or e-books, e-text, online chat, e-content, educational TV channels. E-learning applications നടപ്പിലാക്കുവാൻ വേണ്ടി നമ്മൾ ഒരുപാട് e-learning ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട്. അവയാണ് ഇ-ബുക്സ്, ഇ-ടെക്സ്റ്റ്, ഓൺലൈൻ ചാറ്റ്, ഇ-കണ്ടന്റ്, എഡ്യൂക്കേഷണൽ TV channels. Electronic book reader or e-book. E-book reader is a device that can store lot of books in digital form. It can open any book, any page quickly without much effort. Reading from e-reader is similar to reading a newspaper or book. So this is an e-book reader. So this is a device. ഈ ഡിവൈസ് വെച്ച് നമുക്ക് എല്ലാ ബുക്കുകളുടെയും ഡിജിറ്റൽ ഫോം നമുക്ക് റീഡ് ചെയ്യാം എന്നുള്ളതാണ്. സാധാ ഒരു ബുക്ക് വായിക്കുന്നത് പോലെ ഈ ഡിവൈസിലൂടെ നമുക്ക് ബുക്കുകളിലെ ഏത് പേജും അല്ലെങ്കിൽ ഏത് ഭാഗം വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഒരു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ഒരു ബുക്കോ വായിക്കുന്നത് പോലെ ഈസി ആയിട്ട് ബുക്സ് ഡിജിറ്റൽ ഫോമിൽ വായിക്കാനുള്ള ഒരു ഡിവൈസാണ് ഇ ബുക്ക് റീഡർ. ദിസ് ഈസ് എ ടൂൾ ഫോർ e-learning. E-text. Textual informations available in electronic format is called e-text. നമ്മളെ ടെക്സ്റ്റ് ബുക്കുകളെല്ലാം ഇലക്ട്രോണിക് രൂപത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു ഇലക്ട്രോണിക് ഫോർമാറ്റിനെയാണ് ഇ-ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാ ബുക്കുകളും നമ്മളെ സമഗ്ര പോർട്ടൽ വഴി നമുക്ക് അതിന് ഡിജിറ്റൽ ഫോം അവൈലബിൾ ആണ്. സോ ഇതുപോലെ എല്ലാ ബുക്കുകളും എല്ലാ ടെക്സ്റ്റൽ ഇൻഫോർമേഷനും ഇലക്ട്രോണിക് ഫോർമാറ്റിൽ അവൈലബിൾ ആയതിനെയാണ് നമ്മൾ ഇ-ടെക്സ്റ്റ് എന്ന് പറയുന്നത്. This text can be read with an electronic device like computer, e-book reader, etc. So ഇങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള കണ്ടന്റുകൾ നമുക്ക് ഇ-ബുക്ക് റീഡർ യൂസ് ചെയ്തോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്തോ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് റീഡ് ചെയ്യാം. E-text can be converted to various formats to our liking using softwares. നമുക്ക് ഈ ഒരു ഡിഫറെൻറ്റ് ഫോർമാറ്റിലേക്ക് വേണമെങ്കിൽ ഈ ഒരു കണ്ടന്റിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാനും പറ്റും. So e-text is nothing but this is a textual information available in electronic format. Online chat. Online chat means it is a real-time exchange of text messages between two or more persons over the internet. രണ്ടിലധികമോ ആൾക്കാരുമായി ഓൺലൈനിലൂടെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഓൺലൈനിലൂടെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന ടെക്സ്റ്റ് മെസ്സേജുകളെയാണ് നമ്മൾ ഓൺലൈൻ ചാറ്റ് എന്ന് പറയുന്നത്. സോ ഓൺലൈൻ ചാറ്റ് എങ്ങനെയാണ് e-learningൽ ഉപയോഗപ്പെടുന്നത്? സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്കസ് ദ ടോപ്പിക്സ് വിത്ത് ടീച്ചേഴ്സ് ആൻഡ് അതർ സ്റ്റുഡൻസ്. സോ യൂസിങ് ഓൺലൈൻ ചാറ്റ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ടീച്ചേഴ്സിനോടും മറ്റുള്ള സ്റ്റുഡൻസിനോടും നമുക്ക് ഡിസ്കസ് ചെയ്യാം അബൌട്ട് ദ ടോപ്പിക്സ്. Video chatting facility can be used to deliver and transfer live lectures given by the faculty. ഓൺലൈൻ ചാറ്റ് കൂടാതെ നമുക്ക് വീഡിയോ ചാറ്റിംഗും അവൈലബിൾ ആണ്. സോ ഇതിലൂടെ നമുക്ക് വേണമെങ്കിൽ ലൈവ് ലെക്ചേഴ്സ് ഫാക്കൾട്ടീസ് പ്രൊവൈഡ് ചെയ്യുന്ന ലൈവ് ലെക്ചേഴ്സ് ക്ലാസ്സസ് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് യൂസ് ചെയ്യാം. സോ ഓൺലൈൻ ചാറ്റ് ആൻഡ് വീഡിയോ ചാറ്റ് is a technique used for communicating with our teachers and students. E-content.
E-learning materials are delivered in different multimedia formats like videos, presentations, graphics, animations, etc. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലേണിംഗ് മെറ്റീരിയൽസ് അത് ഒരുപാട് ഫോർമാറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ലൈക്ക് വീഡിയോസ് ആയിട്ട് അവൈലബിൾ ആണ്, പ്രസൻറ്റേഷൻസ് ആയിട്ട്, ഗ്രാഫിക്സ്, അനിമേഷൻസ്, ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ ലേണിംഗ് മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഈ കണ്ടന്റ് എന്ന് പറയുന്നത്. So this e-contents once prepared can be broadcasted through television channels, webcasted or uploaded in website. So ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ലേണിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഈ കണ്ടന്റ്സ് നമുക്ക് ടെലിവിഷൻ ചാനൽ വഴി ബ്രോഡ്കാസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി അപ്ലോഡ് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. സോ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് കണ്ടന്റ് ക്യാൻ ബി ഡൗൺലോഡഡ്, വ്യൂഡ് ആൻഡ് സേവ്ഡ് ഫോർ ഫ്യൂച്ചർ റെഫറൻസ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്ത് വ്യൂ ചെയ്യാനും അതേപോലെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നമുക്ക് യൂസ് ചെയ്യാനും ഈ ഒരു മെറ്റീരിയൽസ് നമുക്ക് ഉപകാരപ്പെടും എന്നതാണ് ഈ കണ്ടന്റിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. എഡ്യൂക്കേഷണൽ TV ചാനൽസ്. സോ ഇന്ന് നമുക്ക് ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മൾ എല്ലാവരും ഉപയോഗിച്ചിരുന്ന ഏറ്റവും വലിയ ഒരു ലേണിംഗ് ടൂളായിരുന്നു എഡ്യൂക്കേഷണൽ TV ചാനൽസ്. So there are many TV channels which are dedicated for the e-learning purpose. അപ്പോൾ ഈ ഒരു TV ചാനൽ പ്രത്യേകത അത് നമുക്ക് e-learning ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്തിരുന്ന ചാനൽസാണ്. So these channels broadcast recorded classes on various subjects, interviews with experts, lab experiments, etc. സോ ഇതൊക്കെയാണ് അവർ ഈ ഒരു എഡ്യൂക്കേഷണൽ TV ചാനൽസിലൂടെ ബ്രോഡ്കാസ്റ്റ് ചെയ്തിരുന്നത്. ഒരുപാട് സബ്ജക്റ്റുകളുടെ ക്ലാസ്സസ് അവർ റെക്കോർഡഡ് ആയിട്ട് ടെലികാസ്റ്റ് ചെയ്തിരുന്നു. അതുപോലെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരുമായി ഇൻ്റർവ്യൂസ്, അതേപോലെ ലാബ് എക്സ്പെരിമെൻറ്റ്സ്, ഇങ്ങനെ നമുക്ക് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ആണ് ഈ ഓരോ ചാനൽസ് പ്രൊവൈഡ് ചെയ്തത്. സോ ഒരു എക്സാമ്പിളാണ് ദൂരദർശൻസ് വ്യാസ് ആൻഡ് കേരള ഗവൺമെൻറ്റ്സ് വിക്ടേഴ്സ് ചാനൽ. നമുക്കറിയാം നമ്മളെല്ലാവരും വിക്ടേഴ്സ് ചാനൽ വഴിയാണ് നമ്മൾ ഇത്രയും കാലവും നമ്മൾ ഓരോ ബ്രോഡ്കാസ്റ്റ് ക്ലാസ്സസ് കണ്ടിരുന്നത് അല്ലേ. സോ ദിസ് ഇസ് ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ എഡ്യൂക്കേഷണൽ TV ചാനൽസ്. അഡ്വാൻറ്റേജസ് ഓഫ് e-learning. It offers courses on variety of subjects from distant location. ഏതൊരു ദൂരത്തു നിന്നോ നമുക്ക് ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് പഠിക്കാനുള്ള സാധ്യത e-learning പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് സേവ്സ് ജേർണി ടൈം ആൻഡ് മണി. നമുക്ക് ദൂരത്ത് പോയി പഠിക്കേണ്ട ആവശ്യമില്ല. സോ ഇറ്റ് സ്വാഭാവികമായിട്ടും ജേർണി ടൈം അതേപോലെ മണിയെല്ലാം നമുക്ക് സേവ് ചെയ്യാം. ഇറ്റ് പ്രൊവൈഡ്സ് ഓൺലൈൻ കോഴ്സസ് ഫ്രം വേരിയസ് നാഷണലി ഓർ ഇൻ്റർനാഷണലി റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇൻ്റർനാഷണലി ആയിട്ടും നാഷണലി വൈഡ് ആയിട്ടുള്ള റെപ്യൂട്ടഡ് ആയ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമുക്ക് ഏതൊരു കോഴ്സസും ഓൺലൈനായിട്ട് പഠിക്കാം എന്നതാണ് e-learningൻ്റെ മറ്റൊരു ഉപയോഗം. ടൈം ആൻഡ് പ്ലേസ് ഇസ് നോട്ട് എ കൺസ്ട്രെയിൻറ്റ് ഫോർ e-learning. നമുക്ക് ഏത് സമയത്തും എവിടെ നിന്നും പഠിക്കാം എന്നതാണ് അതിൻ്റെ മറ്റൊരു ഉപയോഗം. സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് e-learning. ചലഞ്ചസ് ടു e-learning. എന്തൊക്കെയാണ് e-learning നേരിടുന്ന വെല്ലുവിളികൾ? ഫേസ് ടു ഫേസ് കോണ്ടാക്ട് ബിറ്റ്വീൻ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ഇസ് നോട്ട് പോസിബിൾ. സോ എത്ര തന്നെ ഗുണങ്ങളുണ്ടെങ്കിലും e-learningൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സും കുട്ടികളും തമ്മിൽ കണ്ടുകൊണ്ടുള്ളൊരു ഇൻട്രാക്ഷൻ ഇല്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക്. പ്രോപ്പർ ഇൻട്രാക്ഷൻ അമംഗ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ആർ ഓഫൺ ലിമിറ്റഡ്. എല്ലാ കുട്ടികളുമായിട്ട് ടീച്ചർക്ക് ഒരേ സമയം ഇൻട്രാക്ട് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി e-learningൽ പല ലിമിറ്റേഷൻസിൽ ഒരു ലിമിറ്റേഷനായിട്ടാണ് നമ്മൾ കാണുന്നത്. ഹാൻഡ്സ് ഓൺ പ്രാക്ടിക്കൽസ് ഇൻ റിയൽ ലബോറട്ടറി ഈസ് ആൾസോ എ കൺസ്ട്രെയിൻറ്റ് ഇൻ e-learning. നമുക്ക് ലാബ് വർക്ക്സ് എല്ലാം കണ്ട് മനസ്സിലാക്കാം എന്നതിന് പകരം നമുക്ക് ചെയ്തുകൊണ്ട് പ്രാക്ടിക്കൽ നടത്താനുള്ളൊരു ചെറിയൊരു പോരായ്മ e-learningലുണ്ട്. Learners who require constant motivation may not be serviced adequately. ചില സ്റ്റുഡൻസിന് മോട്ടിവേഷൻ കിട്ടിയാൽ മാത്രമേ പഠിക്കൂ എന്നുള്ളതുണ്ട്. അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ e-learning എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മോട്ടിവേറ്റഡ് അല്ല. സ്വാഭാവികമായിട്ടും അവർ പഠനത്തിൽ പിന്നോട്ട് പോകാനുള്ള സാധ്യതകളും കൂടുതലാണ്. ഇതൊക്കെയാണ് e-learning നേരിടുന്ന വെല്ലുവിളികൾ. യൂസ്ഫുൾ e-learning വെബ്സൈറ്റ്സ്. സോ ഒരുപാട് വെബ്സൈറ്റ്സ് അവൈലബിൾ ആണ്. അതിൽ ചില വെബ്സൈറ്റ്സ് നമുക്ക് പരിചയപ്പെടാം. www.ignoonline.ac.in. ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റാണ് ignoonline.ac.in. NCERTയുടെ സൈറ്റാണ് www.ncert.nic.in. കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ഒക്കെ എളുപ്പത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനുള്ളൊരു വെബ്സൈറ്റാണ് w3schools.com. അതേപോലെ spokentutorial.org. നമുക്കൊരുപാട് ലാംഗ്വേജസ് എല്ലാം സ്പീക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ്. സോ ഇങ്ങനെ ഒരുപാട് e-learning വെബ്സൈറ്റ്സ് ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്.